നമസ്തേ 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 നമസ്തേ. സാമൂഹ്യ മാധ്യമങ്ങൾ തുറക്കാൻ വയ്യ, ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ. എല്ലാ പേജിലും എല്ലാ സംഗതിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമാബാദ് പീസ് ടോക്ക്, ഇസ്ലാമാബാദ് പീസ് ടോക്ക്, ഇസ്ലാമാബാദ് പീസ് ടോക്ക് എന്ന് പറഞ്ഞാണ്. ലോകത്തെ മുഴുവൻ ചാനലുകളും വന്ന് ദേ തൊട്ടപ്പുറത്തെ രാജ്യമായ പാകിസ്ഥാനിൽ തമ്പടിച്ച് കിടക്കുന്നു. അൽ ജസീറയൊക്കെ ലൈവായി വിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലകളിൽ ഒന്നും കാണാത്ത പോലെ ഷഹബാസൊക്കെ സവിശേഷമായ കോട്ടിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയും അസീം മുനീറും ഒക്കെ നടക്കുന്നു. വളരെ സന്തോഷവാന്മാരായി ഉലാത്തുന്നു. എന്നിട്ട് വാർത്തകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ പീസ് ടോക്ക് കഴിയുമ്പോൾ ഏതാണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഈ പറയുന്ന പാകിസ്ഥാന്, ഏത് പാകിസ്ഥാന്, നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ വരെ ഭീകരതയുടെ ആഗോള ആസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പെട്ട പാകിസ്ഥാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വാർത്തകളും വരും. തീർന്നാലും തീർന്നില്ലെങ്കിലും നമ്മുടെ വിശ്വഗുരു, നമ്മുടെ സമാധാനത്തിൻ്റെ മാതാവ്, ലോകത്തിന് ദർശനം പകരുന്ന നേതാവ് എന്താ സ്ഥിതി എന്ന് യാതൊരു വിവരവുമില്ല. പ്രിയപ്പെട്ടവരെ, രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുന്നതും കോൺഗ്രസിനെ ചീത്ത വിളിക്കുന്നതും ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരെ ചീത്ത വിളിക്കുന്നതും പണ്ട് മരിച്ചുപോയ മുഗൾ രാജാക്കന്മാരെ ചീത്ത വിളിക്കുന്നതും എല്ലാം അങ്ങോട്ട് മാറ്റിവെച്ച് നമ്മൾ വളരെ സ്വസ്ഥമായി ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ വിദേശകാര്യ നയം, അതിൻ്റെ തൽക്കാലത്തെ രൂപം എന്താണ്? നമുക്ക് പണ്ടൊരു ചേരിചേരാ നയമുണ്ടായിരുന്നു, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. നമ്മൾ ഹിസ്റ്ററിയിലും ഒക്കെ നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. അതിൻ്റെ ഉപജ്ഞാതാക്കളായി. പിന്നെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിരന്തരം കേൾക്കുമായിരുന്നു സാർക്ക് ഉച്ചകോടി അങ്ങനെ കേൾക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. ആ ബ്രിക്സിനകത്തുള്ള രാജ്യങ്ങളെല്ലാം ഈ പറഞ്ഞ അവരവരിൽ ഒതുങ്ങി നിൽക്കുന്ന രാജ്യങ്ങളാണ്. മറ്റേത് നമ്മൾ സാർക്കിനെ കുറിച്ച് കേൾക്കുമായിരുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ആരാണ് നമ്മളോടൊപ്പം ഉള്ളത്? ആരാണ്? മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ കരാർ ഒപ്പിട്ട് ഒന്നായിരിക്കുന്നു. എന്ത് പറഞ്ഞാൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത്? നിങ്ങളെ തൊട്ടാൽ ഞങ്ങളും തൊടും, ഞങ്ങളെ അടിച്ചാൽ നിങ്ങളും അടിക്കും, നമ്മൾ പരസ്പരം ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കും. ഇതിനൊക്കെ എന്ത് വില എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ വലിയ വിലയുണ്ട്. ആ രാജ്യത്തിന് കിട്ടുന്ന പരിഗണനയുണ്ട്, സാമ്പത്തികമുണ്ട്, അവിടുത്തെ മനുഷ്യർക്ക് കിട്ടുന്ന സംഗതികളുണ്ട്. ഇന്ത്യക്കാരെല്ലാം വളരെ പുച്ഛത്തോടെയാണ് പ്രവാസി ലോകത്ത് ചെല്ലുമ്പോൾ പാകിസ്ഥാൻകാരെ പച്ചകൾ എന്ന് വിളിക്കുന്നത്. ഇനി പച്ചകൾ ഷൈൻ ചെയ്യാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. റൈസ് എന്ന് പറയുന്ന പുതിയൊരു കൂട്ടായ്മ ഉണ്ടാകാൻ പോകുന്നു, റഷ്യയും ഇറാനും ചൈനയും ചേർന്ന്. അങ്ങനെ റൈസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായാൽ ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെല്ലാം നീങ്ങാൻ പോകുന്നത് ആ ഡയറക്ഷനിലാണ്. ലോകം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവുമ്പോൾ നമ്മൾ ഇസ്രായേലിനെ ആലിംഗനം ചെയ്ത് അമേരിക്ക കൂടുണ്ടെന്ന് വിശ്വസിച്ച് ഒരു കാര്യമില്ല. നമ്മളെ 24 മണിക്കൂർ അപമാനിക്കലും നമ്മളെ നമ്മളെ അപ്പുറത്ത് നിർത്തിയേക്കലുമാണ് പ്രധാനമായിട്ടുള്ള ജോലി. പാകിസ്ഥാൻ പ്രമാണിയാവുന്നു. ഇനി അവൻ്റെ പ്രമാണിത്വം നമ്മൾ കാണേണ്ടി വരും, നമ്മൾ സഹിക്കേണ്ടി വരും ഇന്ത്യക്കാർ. അവൻ്റെ വാചകങ്ങൾ നമുക്ക് ഗുണ്ട് പൊട്ടിച്ചുകൊണ്ട് നിൽക്കാനേ ഒക്കുള്ളൂ, അല്ലാതെ ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് ഈ ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുന്നതും ഈ രാജ്യത്തുള്ള ജനവിഭാഗങ്ങളെയൊക്കെ ശരിയാക്കുന്നതിനും അപ്പുറത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ്, നമ്മളായിരുന്നൊരവസ്ഥയുണ്ടല്ലോ, ഒരു കരുത്ത്, ഒരു ഐഡൻറ്റിറ്റി, നമ്മളിലേക്ക് ലോകം പലതിനും ഉത്തരം തേടിയ ഗാന്ധിജിയുടെ ഇന്ത്യ, നമ്മളിലേക്ക് ലോകം പലതിനും ഉത്തരം തേടിയ നെഹ്റുവിൻ്റെ ഇന്ത്യ, നമ്മളിലേക്ക് വിദേശകാര്യ നയങ്ങൾ പ്രശംസാർഹമാം വിധം എല്ലാവരും ശ്രദ്ധിച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ വിദേശകാര്യ നയങ്ങളുടെയൊക്കെ ഇന്ത്യ, കരുത്തുറ്റ ഭരണാധികാരി ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ, സാർക്കിൻ്റെ ഉപജ്ഞാതാവായ രാജീവ് ഗാന്ധിയുടെ ഇന്ത്യ. അതെ, അത്തരം ചില ചർച്ചകൾ കൂടി ചിന്തകൾ കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ.